ഈ തെരഞ്ഞെടുപ്പിലെ ഒരു കൗതുക വിശേഷങ്ങൾ പലതുമുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും അങ്ങനെ വരുന്നതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷം, മട്ടന്നൂരിൽ നിന്നാൽ പുട്ടുപോലെ ജയിക്കുന്ന, കല്യാശ്ശേരിയിൽ നിന്നാൽ പുട്ടുപോലെ ജയിക്കുന്ന, ഒരുപക്ഷെ കൂത്തുപറമ്പിൽ നിന്നെങ്കിലും പുട്ടുപോലെ ജയിക്കുന്ന, തനിക്കൊരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞ ശൈലജ ടീച്ചറിനെ പേരാവൂരിൽ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തതിൻ്റെ കാരണം എന്താണ്? എന്തായാലും ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. 75 സീറ്റൊക്കെ വരാൻ സാധ്യതയുള്ളായിരുന്നു. 99 സീറ്റൊന്നും വരില്ല. അതുകൊണ്ട് റിസ്ക് ഉള്ള സീറ്റുകളിലേക്ക് ആളെ കൊടുക്കാതിരിക്കണ്ടേ CPM? അതല്ലേ ബുദ്ധി. സണ്ണി ജോസഫിനെ പോലെ ഒരു മനുഷ്യൻ, KPCCയുടെ പ്രസിഡൻറ്റ്, ആൻറ്റി ഇൻകംബൻസൊക്കെ ഒരുപാട് കിടക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ വോട്ടുകൾക്ക് ഒരു നിർണായക സ്വാധീനമുള്ള പേരാവൂർ പോലുള്ള, ഇരിക്കൂർ, പേരാവൂർ പോലുള്ള മണ്ഡലങ്ങളിൽ ശൈലജ ടീച്ചർക്ക് ഒരു താല്പര്യമില്ലാതെ അവരെ അങ്ങോട്ട് തള്ളിവിട്ടു. അവർ പൊട്ടിപ്പപ്പടമായി. കഴിഞ്ഞ പ്രാവശ്യം ഇനിയിപ്പോൾ അവർ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ എങ്ങനെ എടുത്തുകൊണ്ടുവരാൻ പറ്റും? ഇനിയിപ്പോൾ ഇവരെയൊക്കെ ആ ഇമേജ് പോയില്ലേ. തോമസ് ഐസക്കിനെ ഇനി ഒരിടത്ത് ജയിപ്പിച്ചെടുക്കാൻ പറ്റുമോ? എളുപ്പമാണോ? അതുപോലെ തന്നെ ഓരോ കാര്യം അങ്ങനെ നോക്കുമ്പോൾ പിണറായി, കണ്ണൂരിലെ കഥ, പിണറായി, റഷീദ് ഉണ്ടല്ലോ, അബ്ദുൾ റഷീദ് ആദ്യത്തെ 7 റൗണ്ടുകൾ ആരാ ജയിച്ചത്? അബ്ദുൾ റഷീദാണ്. അഞ്ചരക്കണ്ടി പഞ്ചായത്തടക്കം, അതിൽ വെങ്ങാട് പഞ്ചായത്തടക്കം, അതായത് പിണറായിയുടെ കുടുംബ വീടിരിക്കുന്ന പഞ്ചായത്തടക്കം, വാർഡടക്കം, പിണറായിയുടെ വീടിരിക്കുന്ന വാർഡിലടക്കം അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രം അവിടെ പോയാൽ അതേ എല്ലാ നേതാക്കളെയും ഒന്ന് പ്രസംഗിക്കാൻ വിളിച്ചു. ആരും പോയില്ല. കാരണം പിണറായിക്കെതിരെ ചെന്ന് പ്രസംഗിച്ചാൽ വല്ല നടക്കുമോ? പിണറായി 19,000 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച് ഇപ്പോൾ 75,000 വോട്ടിന് ജയിക്കാൻ നിൽക്കുകയല്ലേ. കുഞ്ഞാലിക്കുട്ടി 85,000-ന് ജയിച്ച് അതിനെ ഓവർടേക്ക് ചെയ്യാൻ പിണറായി വിജയൻ നിൽക്കുമ്പോൾ അവിടെ ആരെങ്കിലും പോയി പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? ഷാഫി പറമ്പിൽ പോയില്ല, സതീശൻ പോയില്ല, രമേശ് ചെന്നിത്തല മാത്രം ഒരു പ്രാവശ്യം പോയി, വേറെ കെ സുധാകരൻ പോയില്ല, ഒരു നേതാക്കളും അങ്ങോട്ട് പോയില്ലെന്നാണ് പറയുന്നത്. ശരിക്കും ഷാഫി പറമ്പിലും അടക്കം ആളുകൾ എല്ലാവരും അവിടെ ഒന്ന് ക്യാമ്പ് ചെയ്തിരുന്നെങ്കിൽ പിണറായി തോറ്റു പോകുമായിരുന്നു. അങ്ങനെയാണ് അടുത്ത കഥ. അപ്പോൾ നല്ല രസകരമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രങ്ങൾ നോക്കുമ്പോൾ. ഈ അബ്ദുൾ റഷീദിൻ്റെ കഥ എടുത്താലും, അതുപോലെ തന്നെ പിന്നെ ശൈലജ ടീച്ചറിൻ്റെ കഥ എടുത്താലും എന്താ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മട്ടന്നൂർ എത്ര വോട്ടിനാണ് ജയിച്ചത്? കൂത്തുപറമ്പ് എത്ര വോട്ട്? തലശ്ശേരി നല്ല വോട്ടിന് കാരായ രാജൻ ജയിച്ചിട്ടുണ്ട്. വളരെ നല്ല വോട്ടിനാണ് ജയിച്ചത്. എനിക്കൊന്ന് 10,000-ൽ കൂടുതൽ വോട്ട് ഉണ്ട് കാരായ രാജന്. അതേസമയം മട്ടന്നൂർ എത്ര? 1000-ന് താഴെ. കൂത്തുപറമ്പിൽ എത്ര? 1000-ന് താഴെ. എന്താണ് സംഭവിച്ചത് കണ്ണൂർ ജില്ലയിൽ? പയ്യന്നൂർ എതിരാളി ജയിച്ചു, വി കുഞ്ഞികൃഷ്ണൻ ജയിച്ചു. അതുപോലെ തന്നെ തളിപ്പറമ്പിൽ നൂറ്റാണ്ടുകളായി ഇടതുപക്ഷം ജയിക്കുകയും അവിടെ ഗോവിന്ദ മാസ്റ്ററുടെ മണ്ഡലമാണെന്നേ, അത് പൊട്ടിപ്പാളിഷായി. അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ കണ്ണൂരിലെ തന്നെ പാർട്ടി തൃക്കരിപ്പൂർ, സന്ദീപ് വാര്യർക്ക് 12 ദിവസം പോലും കിട്ടിയില്ല. ഒരു 15 ദിവസം പോലും പുള്ളിക്കാരന് കിട്ടിയില്ല. അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ പുള്ളിക്ക് തല്ല് കിട്ടി. പുള്ളിക്ക് അവിടെ ഒരു പ്രവർത്തനവും നടത്താൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നിട്ടും പുള്ളി അവിടെ ജയിച്ചില്ലേ, സന്ദീപ് വാര്യർ. അപ്പോൾ എന്താണ് ഉദുമയിൽ എല്ലാ കാലവും CPM-ൻ്റെ മണ്ഡലമാണ്, കുത്തക മണ്ഡലം. അപ്പോൾ ഉദുമ, തൃക്കരിപ്പൂർ, പിന്നെ മട്ടന്നൂർ, കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, പയ്യന്നൂർ, എന്താ നടന്നത്? പേരാവൂർ, ഇരിക്കൂർ പോട്ടെ, അത് UDF-ൻ്റെ മണ്ഡലമാണ്. KC ജോസഫ് സ്ഥിരമായി ജയിക്കുന്ന ഇരിക്കൂർ മണ്ഡലം, അത് വേറൊരു മണ്ഡലമാണ്. അവിടെ സജീവ് ജോസഫ് ജയിച്ചു, അത് വേറെ കഥ. പക്ഷേ ഇപ്പുറത്തുള്ള ആളുകളെ സമ്മതിക്കണ്ടേ? എന്തായാലും വളരെ വലിയ തോതിലാണ് കാര്യം. ഇതിനിടയിലാണ് തോട്ടത്തിൽ രവീന്ദ്രൻ്റെ പ്രസ്ഥാനം വന്നിട്ടുണ്ട്. വളരെ ഗുരുതരമായ കാര്യങ്ങളിലാണ് കേരള രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കോഴിക്കോട് നോർത്തിലെ പരാജയത്തിന് പ്രധാന കാരണം പാർട്ടി വോട്ടുകൾ BJPക്ക് മറിഞ്ഞു. ചെറിയ കാര്യമാണോ? നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കാൻ പാർട്ടി വോട്ടുകളെ പണം കൊടുത്ത് വാങ്ങിയെന്നും അല്ലാതെ മറിഞ്ഞുവെന്നും ഒക്കെ ഉള്ളതാണ് ശിവൻകുട്ടിയുടെ ആരോപണം. മുരളീധരൻ ജയിച്ച കഴക്കൂട്ടത്ത് വ്യാപകമായി മാർക്സിസ്റ്റ് വോട്ടുകൾ മുരളീധരന് മറിഞ്ഞു. ചാത്തന്നൂരിൽ CPM-ൻ്റെ വോട്ടുകൾ വലിയ വ്യാപകമായ തോതിൽ BJPക്ക് മറിഞ്ഞു. അവർ ചിലപ്പോൾ ഡീലൊന്നും നടത്തിയിട്ടായിരിക്കില്ല, പക്ഷേ ആളുകൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അത് ചെറിയ കാര്യമല്ല. പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ആളുകൾ BJPക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. കഴിഞ്ഞ തവണയേക്കാൾ 9,000 വോട്ടുകൾ അവർ അധികം നേടിയിട്ടുണ്ട്. ആര്? BJPക്കാർ. അദ്ദേഹം പറഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ തോൽവിയിൽ എത്തിച്ചേർന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനകൾ CPM സംസ്ഥാന സമിതി നടത്തുന്ന നിലയിലാണ് കോഴിക്കോടുള്ള മുതിർന്ന നേതാവ് തോട്ടത്തിൽ രവീന്ദ്രൻ ഇങ്ങനെ തുറന്ന് പറയുന്ന കാര്യങ്ങൾ. എന്തായാലും UDF സ്ഥാനാർത്ഥി ജയന്ത് 1480 വോട്ടുകൾക്കാണ് തോട്ടത്തിൽ രവീന്ദ്രനെ തോട്ടത്തിൽ രവീന്ദ്രനൊക്കെ തോൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശൈലജ ടീച്ചർ, തോട്ടത്തിൽ രവീന്ദ്രൻ, ഇവരൊക്കെ തോൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് TV മധുസൂദനൻ വലിയ ചാമ്പ്യന്മാരല്ലേ? ആ ചാമ്പ്യന്മാരെ എല്ലാം കിടത്തി വളരെ വലിയ വോട്ടാണ് പിടിച്ചിരിക്കുന്നത്. നവ്യ ഹരിദാസ് 39,899 വോട്ട് പിടിച്ചു.
MT രമേശിനേക്കാൾ വോട്ട് പിടിച്ചു. 2021 MT രമേശ് മത്സരിച്ച് MT രമേശിനേക്കാൾ 10,000-ഓളം വോട്ട് കൂടുതലാണ് രമ്യ ഹരിദാസ് പിടിച്ചിരിക്കുന്നത്, അപ്പോൾ നവ്യ ഹരിദാസ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായി കേൾക്കുന്നത്? അപ്പോൾ വളരെ വലിയ തോതിലാണ് CPM-ൻ്റെ ഉറച്ച കോട്ടയായ കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റിൽ ബേപ്പൂർ ഒഴിച്ച് 12 സീറ്റ് ആര് കൊണ്ടുപോയി? UDF കൊണ്ടുപോയി. എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ കോഴിക്കോട് 13 സീറ്റിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കി 12 സീറ്റും UDF കൊണ്ടുപോയി, വയനാട് കൊണ്ടുപോയി, മൊത്ത സീറ്റ് കൊണ്ടുപോയി, മലപ്പുറത്ത് പിന്നെ എല്ലാ 16 സീറ്റും കൊണ്ടുപോയി. അങ്ങനെ എല്ലായിടത്തും സീറ്റ് കൊണ്ടുപോയി എന്നുള്ളതാണ് വളരെ രസകരമായ. അപ്പോൾ പേരാവൂരിൽ ശൈല ടീച്ചർ എനിക്ക് താല്പര്യമില്ല, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശൈല ടീച്ചറെ കൊണ്ട് നിർത്തി ഒരിക്കൽ കൂടി അവരെ രക്തസാക്ഷിയാക്കി. ഇതും ഒരു പിണറായി തന്ത്രമായിരുന്നു. പിണറായി വിജയനൊക്കെ വിചാരിച്ചിരുന്നത് അവർ 10-75 സീറ്റിൽ അധികാരത്തിൽ വരികയും ശൈല ടീച്ചർ തോൽക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കാമല്ലോ. പിന്നെ അവർ അടുത്ത മുഖ്യമന്ത്രി ആവാനായിട്ട് വരാൻ കഴിയില്ലല്ലോ. അങ്ങനെ വരണമെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ പെട്ടെന്ന് കയറി പറയാൻ പറ്റില്ലല്ലോ. പാർട്ടിക്ക് അത് തോറ്റ് കിടക്കുന്ന ഒരാൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തോറ്റു, അസംബ്ലി തെരഞ്ഞെടുപ്പ് തോറ്റു. ശൈല ടീച്ചർ ആരായിരുന്നു? കേരളത്തിൻ്റെ അമ്മ, ആരോഗ്യത്തിൻ്റെ അമ്മ, ടീച്ചറമ്മ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ഒരു കൊച്ചു പയ്യനോട് തോറ്റു, ചെറുപ്പക്കാരനോട് തോറ്റു. പിന്നെ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ പാലക്കാട് നിന്ന് ചെന്നൊരു ചെറുപ്പക്കാരനോട് തോറ്റെന്നേ. ഇത്രയും സീനിയറായിട്ടുള്ള CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം. ഇവരൊക്കെ ഇനി മത്സരിക്കണോ? വളരെ ഗൗരവമായിട്ട് ആലോചിക്കുക. തോമസ് ഐസക് പോലെ ഇവരാരും ഇനി മത്സരിക്കരുത്. മത്സര രംഗത്ത് നിന്ന് തന്നെ മാറി നിൽക്കണം. പിണറായി വിജയൻ രാജിവെച്ച് അദ്ദേഹവും മത്സരരംഗത്ത് നിന്ന് മാറണം. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ല, കണ്ണൂർ ജില്ല മാത്രമാണ് നമ്മൾ 2 ജില്ല മാത്രമാണ് നോക്കിയത്. ഈ 2 ജില്ലയിൽ വളരെ വ്യാപകമായ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അടിയൊഴുക്കും കുത്തൊഴുക്കും ഉണ്ടായിരിക്കുന്നത്. അടിയണ കെട്ടി അടിയിൽ കൂടെ വെള്ളം UDF കൊണ്ടുപോകുന്നത് മുകൾപ്പരപ്പിൽ നിന്ന് CPM-ന് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇനിയും അടിയൊഴുക്കുകൾ ഒരുപാട് വരാനുണ്ട്. വെറുതെ അല്ല നമ്മുടെ 1 വർഷം മുമ്പ് VD സതീശൻ പറഞ്ഞത് വിസ്മയങ്ങൾ തീർത്തിരിക്കും കേരളത്തിലെന്ന്. 1 വർഷത്തെ അധ്വാനമുണ്ട്. എന്തായാലും വലിയ വിസ്മയങ്ങളാണ് നടത്തിയത്. പാർട്ടി കൊത്തളങ്ങളിൽ രാവണൻ കോട്ടകളിലൊക്കെ കയറി വെട്ടി അരിഞ്ഞു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അത് വളരെ വലിയ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അത് നടത്തിയെടുക്കുന്നതിൽ UDF വിജയിച്ചു. അപ്പോൾ LDF-കാർ പരസ്പരം കുറ്റം പറയുകയും സ്ഥാനാർത്ഥിയാകാൻ പോലും താല്പര്യമില്ലാത്ത എന്നെ നിർത്തി എന്നുള്ള നിലയിൽ പരിതപിക്കുകയും ചെയ്യുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് വടക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്.